ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചും മനസ്സിലാക്കിയും കേൾക്കേണ്ടതാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ റോങ് ആയിട്ടുള്ള ഒരു കാര്യവും ഈ ശരീരഭാരം കുറയ്ക്കണമെന്നുള്ള ചിന്തയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതെന്താ ശരീരഭാരം കുറയ്ക്കുന്നത് നല്ലതല്ലേ എന്ന്. എല്ലാവരും പറയുന്നുള്ള ശരീരഭാരം കൃത്യമാക്കണം, ഇത്രയും ശരീരഭാരം ഉള്ള ഒരാളുടെ ബുദ്ധിമുട്ടുള്ള ആളിനെ അറിയത്തുള്ളൂ എന്നൊക്കെ പറയാം. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം എന്ന് പറയുന്നത് നിങ്ങളുടെ മസിലുകളും നിങ്ങളുടെ ഫാറ്റും നിങ്ങളുടെ ബോണും ബ്ലഡും ഓർഗൻസും നിങ്ങളുടെ മുടിയും എല്ലാം ചേർന്നാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിൽ ഏത് കുറച്ചാലും നിങ്ങളുടെ ശരീരഭാരം കുറയും, അല്ലേ? പക്ഷേ ഞാൻ എൻ്റെ മുമ്പൊരു വീഡിയോയിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ ഏതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ മസിലുകളാണ്. എപ്പോൾ മുതലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ മസിലുകൾ നഷ്ടപ്പെട്ടു തുടങ്ങുന്നത്, അപ്പോൾ മുതലാണ് നിങ്ങൾ ഏജ് ആവുന്നതും, അപ്പോൾ മുതലാണ് നിങ്ങളുടെ മെറ്റബോളിസം ഡൗൺ ആവുന്നതും, അപ്പോൾ മുതലാണ് നിങ്ങൾ അൺഹെൽത്തി ആവുന്നതും. അപ്പോൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മസിലുകളാണ് നഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുക്കാൻ തെച്ചത് പാണ്ടായ പോലെയാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ശരീരഭാരം കുറയ്ക്കുക എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട് നിങ്ങളുടെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. പലതരം ഡയറ്റുകളും പലതരം കമ്പനികളുടെ ജ്യൂസുകളും ഒക്കെ നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള മസിൽ ലോസ് കൂടിയാണ്. അതുകൊണ്ടാണ് സഡൻ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതും. അത്തരത്തിൽ വെയിറ്റ് ലോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പട്ടിണി കിടന്നാലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വരുമ്പോൾ നിങ്ങളെ കാണുന്ന ആളുകൾ ചോദിക്കും, നീ എന്ന് നിങ്ങൾ മെലിഞ്ഞ് സുന്ദരനായല്ലോ എന്ന് ചോദിക്കില്ല. പകരം ചോദിക്കുന്നത് നിനക്കെന്തോ ഡയബറ്റിക് പിടിച്ചോ, നിനക്കെന്ത് വയ്യ, നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ എന്നായിരിക്കും. ഇതിന് കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മസിലാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളൊരു ഡയറ്റ് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മസിൽ ഒരല്പം പോലും പോകാതെ മസിൽ ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളത്. ഈ കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഡയറ്റ് എടുക്കാനും നിങ്ങൾ കൃത്യമായ രീതിയിൽ എക്സസൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ജ്യൂസ് മേടിച്ച് കുടിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മസിൽ അവിടെ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. നിങ്ങളുടെ മസിൽ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു വെയിറ്റ് ലോസിനും നിങ്ങൾ തയ്യാറാവരുത്. അത് നിങ്ങളുടെ ഏജിങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. നിങ്ങളുടെ മെറ്റബോളിസം ഏറ്റവും കൂടുതൽ ഡൗൺ ചെയ്യുന്നതാണ്. ശരീരഭാരം കുറയ്ക്കുന്നതിൻ്റെ കൃത്യമായ സയൻസ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. എങ്ങനെയാണ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ശരീരഭാരം കുറയ്ക്കേണ്ടതിൻ്റെ ആ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ പറ്റും. ഈ പറഞ്ഞ രീതിയിലുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ കാണിക്കില്ല. ഇനി നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഡയറ്റ്, നിങ്ങളുടെ ശരീരത്തിലെ മസിലുകൾ പോകാതെ നിങ്ങളുടെ ഫാറ്റ് മാത്രം കട്ട് ചെയ്യാൻ രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ഡയറ്റ്, ആഹാരത്തിൽ കൂടിയാണ് നിങ്ങളുടെ ശരീരഭാരം കൂടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഡയറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോൾ കണ്ട വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം കസ്റ്റം ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഡയറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അതൊരു പെയ്ഡ് ഡയറ്റ് പ്ലാൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസിനായിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ മസിലുകൾ നഷ്ടപ്പെടാൻ അനുവദിക്കരുത്.